പുറകിലൊരു കൈ വന്നെന്ന് എനിക്ക് മനസ്സിലായി. മാല പൊട്ടിക്കാനായിട്ട് എന്തിനും ആയിക്കോട്ടെ, ആ കൈ വന്നെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ബാക്കിൽ കൈ വന്നു അത് പിടിക്കാനാണ് കണ്ടാൽ തന്നെ ആക്കിയതിന് ശേഷം ഇയാളുടെ കൈ ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ആ എൽബോ റീജിയനിൽ വെച്ചൊരു ഗ്രിപ്പ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആ ലോക്കിൽ നിന്ന് വിടാൻ പാടാ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബലത്തിലൊന്നും നമുക്കിത് ഊരിപ്പോകാൻ പറ്റത്തില്ല. മുകളിലോട്ടും താഴോട്ടും ചാടിയാൽ ഊരിയല്ല, സ്ട്രോങ് പിടുത്തമാണെങ്കിൽ. നമുക്ക് മറ്റൊന്നുമില്ല, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അയാളുടെ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ് കേട്ടോ, ആ കൈ വരുന്നത് തന്നെ നേരെ പിടിക്കുന്നു, റിവേഴ്സ് തിരിക്കുവാണ് ആ കൈ. കണ്ടോ, ഇതിങ്ങനെ എത്ര വേണമെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് പ്രിൻസിപ്പൽ സോഷ്യൽ വർക്കർ എന്ന ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് വളരെ പേടിച്ചിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി സിറ്റി സെൽഫ് ഡിഫെൻസ് ട്രെയിനേഴ്സിൻ്റെ കൂടെയാണ്. ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാ പെൺകുട്ടികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആ നിർഭയ സംഭവം ഉണ്ടായതിന് ശേഷം സമൂഹത്തിൽ സ്ത്രീകളും കുട്ടികളും ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നതെന്ന് കണക്കിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി ഒന്നിച്ച് നടപ്പിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ്. ഒരു തിരക്കുള്ള ബസ്സിലൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് തിരക്കുള്ള ബസ്സിൽ എല്ലാവരും ഒന്നിച്ചാണ്, മുട്ടി അടുത്ത് ഡിസ്റ്റൻസ് അധികം നിൽക്കാൻ പറ്റിയല്ല. അപ്പോൾ മാക്സിമം അടുത്തടുത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവിടെ ബസ്സിൽ വെച്ച് നമുക്കൊരു ടച്ചിങ്, ഒരു ബാഡ് ടച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇയാൾ പാസഞ്ചറാണ്, ഇയാൾ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്, അതായത് ഇങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആദ്യം അയാളെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ, ആദ്യം ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഇയാൾ ടച്ച് ചെയ്യുന്ന മനസ്സിലാകുമ്പോൾ നമ്മളൊന്ന് നോക്കും. ഒരു നോട്ടം കൊണ്ട് പിന്നെയും ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണ് മനസ്സിലായാൽ വളരെ സഭ്യമായ ഭാഷയിൽ തന്നെ മാറി നിൽക്കാൻ പറയുക. കാരണം സ്പേസ് കുറവാണ്, ബസ്സിലാണെന്ന് ഉള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ പിന്നെയും ടച്ച് ചെയ്യാമെന്ന് കണ്ടാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. കറക്റ്റ് പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. കാരണം അയാളുടെ ആ ഒരു അല്പം ലെഫ്റ്റിലേക്ക് ഇവർ മാറിയിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടിയാൽ നമ്മളൊരു ഒറ്റ കൈ കൊണ്ട് ചെസ്റ്റിന് ആളെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഒരാൾ പുറകിൽ നിന്ന് വന്ന് പിടിച്ചു, സ്വാഭാവികമായിട്ട് പുറകിൽ നിന്ന് പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അയാളെ വിടിവിക്കാൻ വേണ്ടി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുതിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബലത്തിലൊന്നും നമുക്കിത് ഊരിപ്പോകാൻ പറ്റത്തില്ല. മുകളിലോട്ടും താഴോട്ടും ചാടിയാൽ ഊരിയല്ല, സ്ട്രോങ് പിടുത്തമാണെങ്കിൽ. നമുക്ക് മറ്റൊന്നുമില്ല, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അയാളുടെ ഏതെങ്കിലും ഒരു ഫിംഗർ കണ്ടോ, നമുക്ക് കിട്ടുന്ന ഒരു ഫിംഗർ ബ്രേക്ക് ചെയ്യുന്ന വിധത്തിൽ അത് ഇങ്ങോട്ട് മാക്സിമം ചെയ്താൽ ഇത് ഒടിഞ്ഞു പോകും. പെയിൻഫുൾ ആയിട്ട് തീർച്ചയായിട്ടും അയാൾ പിടിക്കത്തില്ല. അയാൾക്ക് വിരൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകാം. അതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ല, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാം വിരൽ ബ്രേക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു. മറിച്ച് പിന്നെയും അതല്ലെങ്കിൽ അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന് പിടിക്കുന്നതിനൊപ്പം തന്നെ കറക്റ്റ് അലൈൻമെന്റ് മാറി കറക്റ്റ് അയാളെ ഗ്രോയിൻ പാർട്ടിൽ ഇടിച്ച് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഈ വക സിമ്പിൾ ടെക്നിക്സ് ഉപയോഗിച്ച് ഒരാളുടെ പിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഇങ്ങനൊരു ഹോൾഡ് വരുവാണെങ്കിൽ പെട്ടെന്നൊരു അല്ലേ, ഇപ്പോൾ സാധാരണ നിൽക്കുന്നിടത്ത് പെട്ടെന്നൊരു ഹോൾഡ് വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെ സ്ട്രഗിൾ ചെയ്യാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നേരെ നോക്കുക, കൈമുഷ്ടി ചുരുട്ടുക, നേരെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുവാണ്. കേട്ടോ, അതായത് ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്. കൈ മടക്കുന്നു, നേരെ നമ്മുടെ ഫിംഗർ ടിപ്സ് എപ്പോഴും ബലം കുറവായിരിക്കും. ആ ഫിംഗർ ടിപ്സിന്റെ അടുത്തേക്ക് നമ്മുടെ ഈ റിസ്റ്റ്, അതായത് ഈ വീതി കുറഞ്ഞ ഭാഗം കൊണ്ടുവരുവാണ്. എന്നിട്ട് അതിലൂടെ നേരെ എത്ര ടൈറ്റ് ഹോൾഡ് ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം എത്ര ടൈറ്റ് ആയിട്ട് പിടിച്ചാലും നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് രണ്ട് കയ്യിലും ഇതുപോലെ പിടിക്കുവാണെങ്കിലും നേരെ ഒരു JCBയുടെ ഹുക്ക് പോലെ ആക്ഷൻ കാണിക്കുന്നു. നേരെ കണ്ടോ, നമ്മുടെ ബോഡി സേഫ് ആക്കിയിട്ട് വേണം, നമ്മുടെ ദേഹത്തേക്കോ നമ്മുടെ മൂക്കിലേക്കോ തട്ടരുത്. അതായത് നമ്മളിങ്ങനെ എപ്പോഴും ഒരു വലിഞ്ഞിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്നതിന് നല്ലത് അയാളെപ്പോഴും കുറച്ച് ബലം പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്തേക്ക് വരുന്തോറും ബലം കുറയും അല്ലേ, നമ്മൾ ഈ വലിച്ചു പിടിച്ചിരിക്കുന്ന ആളുടെ ബലം കുറയും. അതുപോലെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഇച്ചിരി നീങ്ങി ചെയ്യുമ്പോൾ ഉണ്ടോ, നേരെ ഹോൾഡ് വലിച്ചെടുക്കുവാണ്, പിടി കിട്ടോ, അല്ല നേരെ ക്രോസ് ചെയ്ത് പിടിക്കാം, നേരെ റിസ്റ്റിലേക്ക്. ഇത്തരം കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരാളുടെ മാല പൊട്ടിക്കാൻ അല്ലേ,
ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഇതൊക്കെ കാണാൻ നമുക്കിത് എമർജൻസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളിത് ആളെ ശ്രദ്ധിക്കുക, അല്ലെ? നടന്നു വരും, നമ്മൾ പരിസരബോധത്തോടു കൂടി നടന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാല പൊട്ടിക്കാൻ വരുമ്പോൾ നമ്മളുടെ ദേഹത്തേക്ക് ഒരു മോശം കൈ, അല്ലേ, മോശം ഒരു ടച്ച് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ആ ഓൺ സ്പോട്ട് തന്നെ നമ്മൾ ആ കയ്യിൽ പിടിക്കണം. നോക്ക് കേട്ടോ, ആ കൈ വരുന്നത് തന്നെ നേരെ പിടിക്കുന്നു, റിവേഴ്സ് തിരിക്കുവാണ് ആ കൈ. കണ്ടോ, ഇതിങ്ങനെ എത്ര വേണമെങ്കിലും നമുക്കത് താഴ്ത്തി കൊടുക്കാം. നല്ല പെയിൻഫുള്ളായിരിക്കും. ഈ ഭാഗത്തേക്കാണ് ആ പ്രഷർ കൊടുക്കുന്നത്. കണ്ടോ, ബോഡിയിൽ കൈ വരുന്ന അടിച്ചു പിടിക്കുക. ഏത് കാര്യത്തിനാണ്. ചിലപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് തൊടാനായിരിക്കും, അല്ലെ? ദേഹത്തിൽ തൊടാനായിരിക്കും, ചിലപ്പോൾ മാല പറിക്കാനായിരിക്കും, ചിലപ്പോൾ ബാഗ് പൊട്ടിക്കാനായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ മോശം കൈയാണ്, നമുക്ക് പരിചയമില്ലാത്തൊരു മോശം ആളാണെന്ന് വെച്ചാൽ ഉടനെ ആ ഹോൾഡ് ചെയ്യുക, നേരെ പിടിക്കുക. അവരുടെ റിസ്റ്റിലേക്കാണ് ഇപ്പോൾ ഇത് ചെയ്തത്. കണ്ടോ, ഈ മുട്ടുകൈയിലേക്കാണ് ആ കണ്ടോ കറക്റ്റായിട്ട് ആ ബലം കൊടുക്കുന്നത്. ഇപ്പം എത്ര ടൈറ്റ് ആയിട്ടാണെങ്കിലും പ്രസ് ചെയ്തോ അത്രത്തോളം അയാൾക്ക് പെയിൻ ആയിരിക്കും. ഇപ്പോൾ പുറകിൽ നിന്ന് വന്നാണ്, പുറകിൽ ഒരു കൈ വന്നെന്ന് എനിക്ക് മനസ്സിലായി. മാല പൊട്ടിക്കാനായിട്ട് എന്തിനും ആയിക്കോട്ടെ, ആ കൈ വന്നെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ബാക്കിൽ കൈ വന്നു, അത് പിടിക്കാനാണ് കണ്ടാൽ തന്നെ. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിക്ക് ചെയ്യാം, ഈ മാലയുള്ള കൈ തന്നെ പഞ്ച് ചെയ്യുകയും ചെയ്യാം. അയാളുടെയും കൈയും കാലും എല്ലാം ഫ്രീയാണ്. നമ്മൾ മാക്സിമം അവരോട് പ്രതിരോധിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് രക്ഷപ്പെടണം. ഈ പുറകിൽ വന്ന കൈയെടുത്ത് ടെസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ യാദൃശ്യം ഒരാൾ മുടിയിൽ കയറി പിടിക്കുക. മുടിയിൽ കയറി പിടിക്കുമ്പോൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ മുടിയെ പിടിച്ച് മുടിയിൽ നമ്മൾ തന്നെ പിടിച്ചിട്ട് നമ്മുടെ പെയിൻ ഒഴിവാക്കുക. നമ്മൾ രക്ഷപ്പെടുക. മുടിയെ പിടിച്ച് അധികം ലെങ്തനായി വേദനിക്കാതെ നമ്മുടെ മുടി പിടിച്ച് നമ്മൾ അതിൽ നിന്ന് സേഫ് ആക്കിയതിന് ശേഷം ഇയാളുടെ കൈ ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എൽബോ റീജിയനിൽ വെച്ചൊരു ഗ്രിപ്പ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആ ലോക്കിൽ നിന്ന് വിടാൻ പാടാം. അത് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മുടിയിൽ കൈ വന്ന് നമ്മൾ നമ്മുടെ മുടി ആദ്യം സേഫ് ആക്കിയ ശേഷം ലോക്കിട്ട് അയാളെ പിടിച്ച് കറക്കുകയാണ് കേട്ടോ. അത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും, അത്ര കൂടി വേദന ഉണ്ടാവും. ആ കറക്റ്റ് ഒരു പിടുത്തമാണെങ്കിൽ അയാൾക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബോഡി പാർട്സ് ഉണ്ട്. അത് തല, നമ്മുടെ കൈമുഷ്ടി, പിന്നെ കൈമുട്ട്, പിന്നെ കാൽമുട്ട്, ടോ, പിന്നെ കണ്ണ് നമ്മുടെ ആയുധമായിട്ട് ഉപയോഗിക്കാം. ഒരാളെ നമ്മളെ നോട്ടം കൊണ്ട് നമുക്ക് ഒരാളെ പേടിപ്പിക്കാൻ പറ്റില്ലേ, അങ്ങനെ കണ്ണ് ആയുധമായി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ വീക്കർ പാർട്സ് ഉണ്ട് നമ്മുടെ കണ്ണിൽ, നമ്മുടെ ശരീരത്തിൽ. മുടി, തലമുടി പിടിച്ച് വലിച്ചെന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കണ്ണ് നമുക്ക് ആയുധമായിട്ട് ഉപയോഗിക്കാം, വീക്കർ പാർട്സും ആണ് അതുപോലെ. പിന്നെ മൂക്ക്, പിന്നെ തൊണ്ടക്കുഴി, ചെവിത്തി ഒരാളടിക്കാമല്ലോ, പിന്നെ തൊണ്ടക്കുഴി, സ്റ്റെർണം, ഗ്രോയിങ് പാർട്ട്, ഇത്രയും നമ്മുടെ ശരീരത്തിലുള്ള വീക്കർ പാർട്സ് ആണ്. അപ്പോൾ നമ്മൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് നമ്മൾ എതിരാളിയുടെ വീക്കർ പാർട്സിൽ ചെറിയ ബലം പ്രയോഗിച്ച് നമ്മൾ രക്ഷപ്പെടുക എന്നാണ്. സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ അയാളെ നമ്മളെ ഇടിച്ച് ഇതാക്കുക എന്നുള്ളതല്ല, നമുക്ക് എതിരെ ഒരു ആക്രമണം വന്നാൽ നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഇതാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. ബസ്സിൽ നമ്മളിപ്പം സെൽഫ് ഡിഫെൻസ് ചെയ്യുന്ന സമയത്ത് എല്ലാ യാത്രക്കാരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ നമ്മളോട് പ്രതികരിക്കണം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ സേഫ്റ്റിയാണ്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുമെന്നുള്ള ചിന്ത വേണ്ട, മനസ്സിലായോ? നമുക്ക് സ്വന്തമായിട്ട് സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ സെൽഫ് ഡിഫെൻസ് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മളെ ഒരാളിപ്പോൾ ഉപദ്രവിക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ കാണുന്നുണ്ടാവാം, അത് നമ്മൾ ബോധേടാകേണ്ട കാര്യമില്ല. കാണുകയോ കാണാതെ ഇരിക്കുകയോ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ണുകൊണ്ടൊന്ന് വാൺ ചെയ്യുക, അല്ലേ? അതിനുശേഷം നമ്മൾ ഈ രണ്ടാമത് ഈ സൗണ്ട് കൊണ്ട് വാൺ ചെയ്യുന്നത് മറ്റുള്ളവരെ കൂടി അറിയിക്കാനാണ്. ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയും, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒന്നും രണ്ടും കാര്യങ്ങൾ ചെയ്യുന്നില്ല, മൂന്നാമതൊരു ഇടി മാത്രം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കും ചുമ്മാ നിൽക്കുന്ന ഒരാളെ ആ പെൺകുട്ടി ഇടിച്ചു എന്നുള്ളത് വരും. അതുകൊണ്ടാണ് നമ്മളെ ആദ്യം കണ്ണുകൊണ്ട് വാൺ ചെയ്യുന്നതും സൗണ്ട് കൊണ്ട് വാൺ ചെയ്യുന്നതും, അല്ലേ? ഇത് മറ്റുള്ള പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ഇടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക് പറയുന്നത് എന്താ? ശരിയാ, ആ കുട്ടീനെ കുറേ സമയമായിട്ട് അയാൾ ഉപദ്രവിക്കുന്നത്, ആ പെൺകുട്ടി പറഞ്ഞത് അയാളോട് മാറി നിൽക്കുന്നത്, അയാൾ കേട്ടില്ല, അപ്പോൾ ആ ഇടി കൊണ്ടത് നന്നായി. അപ്പോൾ ആ ഒരു നമ്മൾ മറ്റുള്ളവരുടെ കൺസേൺ കിട്ടുമെന്നുള്ളത് ചിന്തിക്കണ്ട, നമുക്ക് സെൽഫ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ സെൽഫ് ഡിഫെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ടോ ഒരാൾ മരണപ്പെട്ടു പോയി, അപ്പം പോലീസ് നമുക്കെതിരെ കേസ് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. IPC
96 മുതൽ 106 വരെയുള്ള സെക്ഷൻ പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഒരാൾ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾക്ക് അയാളെ പ്രതിരോധിക്കാം. അയാൾക്ക് മരണം വരെ സംഭവിച്ചാലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം കിട്ടും. പക്ഷേ നമ്മളുടെ സാഹചര്യ തെളിവുകളും കൂടി നോക്കിയിട്ടാണ് നമുക്ക് ആനുകൂല്യം കിട്ടുന്നത്. നമ്മൾക്ക് മുൻപേ ഒരു വൈരാഗ്യമുള്ള ഒരാളെ നമ്മൾ ഇടി കൊടുത്തിട്ട് നമ്മൾ പ്രൈവറ്റ് ഡിഫൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നമ്മൾ മരണം വരെ എത്തിച്ചതെന്ന് തെളിയിക്കണം. അത് നമ്മുടെ IPC പറയുന്ന സെക്ഷൻസാണ് 96 മുതൽ 106 വരെയുള്ള സെക്ഷൻ. ഞങ്ങൾ 4 പേരും പോലീസുകാരാണ്. ഞാൻ കൊച്ചി സിറ്റി വനിതാ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറാണ്. എൻ്റെ പേര് രത്നമണി, മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ഇപ്പോൾ സെൽഫ് ഡിഫൻസ് ട്രെയിനർ. എൻ്റെ പേര് ജാൻസി, ഞാൻ കൊച്ചി സിറ്റിയിലെ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ. എൻ്റെ പേര് ശ്യാമ, ഞാൻ കൊച്ചിൻ സിറ്റിയിലെ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിയാണ്.